2 കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യൻ ആർമിയിൽ നിന്ന് ലീവിന് പോയിട്ടുള്ള എല്ലാ പട്ടാളക്കാരോടും ഏകദേശം പട്ടാളക്കാരോട് തിരിച്ചെത്തിക്കൊള്ളാൻ ഇമ്മീഡിയറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് പേര് കയറി തുടങ്ങി, കുറച്ച് പേര് കയറിക്കൊണ്ടിരിക്കുന്നു. സോ പെട്ടെന്ന് എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് പലർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും, കൺഫേം ആവുന്നില്ലായിരിക്കും. പലരും ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. സോ നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വഴിയിൽ എവിടെയെങ്കിലും ലിഫ്റ്റ് ചോദിച്ച് അല്ലെങ്കിൽ നടന്നു പോകുന്ന പട്ടാളക്കാരെ കാണുകയാണെങ്കിൽ ഒന്ന് ലിഫ്റ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ട്സിലും ഒക്കെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. അവരെ ആദ്യം കയറ്റി വിടുക. നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായം, അതായത് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആർക്ക് സീറ്റ് കിട്ടുന്നില്ല എങ്കിൽ പറ്റുവാണെങ്കിൽ പട്ടാളക്കാർക്ക് ഒരു സീറ്റ് നമ്മളാൽ കഴിയും നമ്മുടെ സീറ്റിലൊന്ന് ഇരിക്കാനോ കിടക്കാനോ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇത് കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രംപിൻ്റെ പുതിയ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് വന്നിരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തൽ കരാറിന് ധാരണയായെന്നൊക്കെ. പിന്നെ പാകിസ്ഥാനാണിത് പറയുന്നത് കൊണ്ട് നമുക്ക് അത്ര വിശ്വസനീയമല്ല. എല്ലാ വർഷവും എല്ലാ പ്രാവശ്യത്തെ അടിയിൽ പാകിസ്ഥാനായിരിക്കും എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിങ്ങോട്ട് വരിക, ഇന്ത്യ കയറി മാന്തുന്നു, പിന്നെ അവർ കരഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ കടന്ന് ഓടുന്നു. സോ അവരുടെ കാര്യങ്ങൾ ഈവൻ ഒരു വാർ ആണെങ്കിൽ പോലും അതിലും ചീറ്റിങ്ങിലൂടെയാണ് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ ജയിക്കുന്നില്ല. അതുപോലെ വാർ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു കാര്യമായിരിക്കും. കാര്യം രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഓരോ വാർ കഴിയുമ്പോഴും ശരിയാണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ ഓരോ യുദ്ധത്തിൻ്റെയും മെസ്സേജുകൾ പോകുന്നതനുസരിച്ച് നമ്മുടെ നെക്സ്റ്റ് അത് റീഫിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആർമിക്ക് അത് വീണ്ടും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് അല്ലെങ്കിൽ GSTയിലും ടാക്സിലും ഒക്കെ ചിലവഴിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും അത് കെട്ടിപ്പൊക്കി വീണ്ടും കൊണ്ടുവരാൻ. കാരണം പോയ സാധനങ്ങളെല്ലാം വീണ്ടും നമുക്ക് റീഫിൽ ചെയ്യണമല്ലോ. വീണ്ടും അവിടുന്ന് അറ്റാക്ക് വരുന്നത് പറയാൻ പറ്റത്തില്ല. സോ യുദ്ധം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓരോ യുദ്ധം കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യ ഇത്ര വർഷം പുറമോട്ട് ഒരു ചക്രം കറങ്ങുന്ന പോലെയാണ്.